2023 PSC ചോദിച്ച 20 മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ ബി വാചാലതയാണ്. വാഗ്മിത, ഓപ്ഷൻ എ വാഗ്മിത എന്ന് പറഞ്ഞാൽ എന്താണ്? മിതമായി സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാഗ്മിത എന്ന് പറയുന്നത്. അപ്പൊ വാചാലത എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളമായി സംസാരിക്കുന്നത്. വാഗ്മിത എന്ന് പറഞ്ഞാൽ എന്താണ്? മിതമായി സംസാരിക്കുന്നത്. വാചനകം എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്കഥ എന്നാണ് കേട്ടോ. വാചാലത എന്ന് പറഞ്ഞാൽ ധാരാളമായി സംസാരിക്കുക, വാഗ്മിത എന്ന് പറഞ്ഞാൽ മിതമായി സംസാരിക്കുക, വാചനകം എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്കഥ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിനു ചേരുന്ന മലയാള ശൈലി ഏതാണ്? തലയിണ മന്ത്രം എന്നാണ് അല്ലെ. തലയിണ മന്ത്രം. ഒന്ന് കർട്ടൻ ലെക്ചറും ഒന്ന് തലയിണ മന്ത്രവും. ഇനി അടുത്ത ചോദ്യം നോക്കാം. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം എന്ന പദമല്ല, അതിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. സഭയിൽ പറയാൻ പാടുള്ളത് എന്താണ്? സഭ്യമല്ലേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അസഭ്യം. സഭയിൽ പറയാൻ പാടാത്തത് അസഭ്യം. 85 അഞ്ചാമത്തെ ചോദ്യം, ചക്ഷു ശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ വരികളിൽ അടിവരയിട്ട പദത്തിന്റെ സമാന പദം എന്താണ്? അതായത് ചക്ഷു ശ്രവണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പാണ് കേട്ടോ. ചക്ഷു ശ്രവണൻ. ചക്ഷുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ് കേട്ടോ. ചക്ഷുസ് എന്ന് പറഞ്ഞാല് കണ്ണാണ്. ഓക്കെ. അപ്പൊ കണ്ണ് ചെവിയായിട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ചക്ഷുശ്രവണൻ എന്ന് വരുന്നത്, പാമ്പ് എന്ന് വരുന്നത്. ദർദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? തവളയാണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണത്തിലെ കവിതാ ശകലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചക്ഷുശ്രവണം അതായത് പാമ്പിന്റെ വായിലകപ്പെട്ട ദർദുരം അതായത് തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ചക്ഷുഷ് എന്ന് പറഞ്ഞാല് കണ്ണാണ്, ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്, ദർദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? തവളയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചക്ഷുശ്രവണൻ എന്നതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? പാമ്പാണ്. ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, ശ്രവണൻ അതായത് ചക്ഷുശ്രവണൻ കണ്ണുകൊണ്ട് കേൾക്കുന്നയാള് ആരാണ്? പാമ്പാണ്. ആറാമത്തെ ചോദ്യം, ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും. വായിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. അടുത്തത്, ചാണ എന്ന പദത്തിന്റെ പര്യായ പദം എന്താണ്? നികഷം എന്നാണ് കേട്ടോ. ചാണയുടെ പര്യായ പദം എന്താണ്? നികഷം. എന്താണ് ചാണ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കത്തിയും മറ്റും ഉരയ്ക്കാൻ, മൂർച്ച കൂട്ടാൻ വേണ്ടി ഉരയ്ക്കുന്ന ഒരു കല്ലില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രക്തവും മറ്റും ഉരച്ച് മിനുസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കല്ലിനെ നമ്മൾ എന്ത് പറയും? ചാണ എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ നികഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരകല്ലാണ്. അപ്പൊ ചാണയുടെ പര്യായ പദം എന്താണ്? അല്ലെങ്കിൽ പകരം പദം എന്താണ്? നികഷമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ചാണ എന്ന പദത്തിന്റെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നികഷം. രണ്ടും എന്താണ്? ഉരകല്ല് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഏതാണ്? ഉത്തരം ആദ്യത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? ഭരതവാക്യം പാടുകയാണ്. അതാണ് അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന മലയാള ശൈലി. ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂർത്ത് കാണിക്കുന്നതിനെയാണ് ദീപാളി കുളിക്കുക എന്ന് പറയുന്നത്. ഇനി ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന്, ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? അത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരു അൾ ഉടെ, ഒരുവളുടെ എന്നാണ് അങ്ങനെ വരുന്നത്. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി അനിത്യമാണ് കേട്ടോ. അനിത്യം. പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്, ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഉത്തരം എ ആണ്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. ഇതിന്റെ ശരിക്കും എന്താണ് അർത്ഥം? എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ പിശുക്ക് പിടിക്കുകയും വലിയ കാര്യങ്ങളിൽ പാൽ ചെലവ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെന്നി വൈസ് ആൻഡ് പൗണ്ട് ഫൂളിഷ് എന്ന് പറയുന്നത്. അതായത് ആന ചോരുന്നത് അറിയില്ല, വലിയ സംഭവമൊന്നും കാര്യമാക്കത്തില്ല, പക്ഷെ ചെറിയ കാര്യത്തിന് എന്ത് ചെയ്യും? പേൻ ചോരുന്നത് അറിയും. ചെറിയ കാര്യത്തിന് പിശുക്ക് കാണിക്കും, പക്ഷെ വലിയ കാര്യത്തിന് എന്ത് ചെയ്യും? പാഴ്ചെലവ് ആക്കും എന്നാണ് പറയുന്നത്.
കലാനൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കലകളിൽ ഉള്ള നൈപുണ്യം ആണ് കേട്ടോ, കലാനൈപുണ്യം. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി മധ്യാഹ്നമാണ് കേട്ടോ. അടുത്തത്, ഈ കവിതാശകലത്തിൽ തന്നിരിക്കുന്ന ഒരു വാക്ക്, അതായത് മേന്മേൽ എന്ന് പറയുന്ന ഈ വാക്ക് ഏത് സന്ധിയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ മേന്മേൽ എന്ന പദത്തിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ സാധിക്കും? നമുക്ക് മേൽ അധിക മേലാണ് മേന്മേൽ എന്ന് വരുന്നത്. ഓക്കെ, മേൽ അധിക മേലാണ് മേന്മേൽ എന്ന് വരുന്നത്. അത് എന്ത് ചെയ്യും? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിൽ മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശസന്ധി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ല് പോയിട്ട് ഇന്ന് വരുന്നുണ്ട്. ആദേശസന്ധിയിൽ എങ്ങനെയാണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നാലാണ് അതെന്താവുന്നത്? ആദേശസന്ധി ആവുന്നത് അല്ലെ. ഇവിടെ എന്താണ്? മേന്മേലിനെ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? മേൽ അധിക മേലാണ് മേന്മേൽ എന്ന് പറയുന്നത്. അതിലെ ഇല്ല് പോയിട്ട് എന്ത് വരുന്നു? ഇൻ വരുന്നു. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നാൽ അതെന്തായി? ആദേശസന്ധിയായി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നാൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ആദേശസന്ധി എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏതു ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു? നമുക്കറിയാം ആൻ ഒക്കെ പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗ ശബ്ദമാണ് അല്ലെ. ആർഷം എന്ന ഒറ്റ പദത്തിന് അനുയോജ്യമായ ആശയം എന്താണ്? ആർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ എന്താണ്? ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിയെ സംബന്ധിക്കുന്നത് എന്നാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ദുഷ്കീർത്തി എന്ന് പറയുന്നത് ഏതാണ്? കുപ്രസിദ്ധിയാണല്ലോ, ബാക്കിയൊന്നും വരത്തില്ല. അടുത്ത ചോദ്യം, സാധാരണയായി എന്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി പക്ഷിയാണ് ഘടകപദം. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? അഹമഹം ഇഗയ എന്ന സവിശേഷ പ്രയോഗത്തിന്റെ ആശയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ വരികളിൽ തന്നിരിക്കുന്ന ഒരു പദം അഹമഹം ഇഗയ എന്നതിന്റെ ആശയം എന്താണ്? അതിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഞാൻ മുൻപേ. അഹമഹമികയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുൻപേ എന്നാണ്. ഗുരു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം എന്താണ്? ഗുരു എന്ന പദത്തിൽ വരുന്നതാണ് അല്ലെ. ഉപാധ്യായൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലങ്ങളിലൊക്കെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ത്? ഉപാധ്യായൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? അതും ഒരു ഗുരുവിന്. പിന്നെ ഗുരുനാഥൻ നമുക്കറിയാം. ആചാര്യൻ എന്ന് പറഞ്ഞാലും ഗുരു തന്നെയാണ്. അപ്പൊ എന്താണ്? സതീർത്ഥ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരനാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഗുരുനാഥൻ, ആചാര്യൻ, ഉപാധ്യായൻ, അധ്യാപകൻ, വാദ്യാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗുരു തന്നെയാണ് കേട്ടോ.